ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫെസ്റ്റ്. പട്ടാമ്പി പെരുമ്പലാവ് പാതയിൽ ഞാങ്ങാട്രി വി.കെ. കടവ് റോഡ് ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡിനും നാട്ടുകാർക്കും തണൽ നൽകിയിരുന്ന ഉങ്ങുമരം സ്വകാര്യ വ്യക്തി മുറിച്ചു മാറ്റുകയും പൊതുസ്ഥലത്തെ ആൽമരത്തിന്റെ കൊമ്പുകൾ വെട്ടിയെന്നുമാണ് പരാതി. ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തോട് ചേർന്ന് നടക്കുന്ന നിർമ്മാണത്തിന്റെ ഭാഗമായാണ് ഉങ്ങുമരം വെട്ടിയതെന്നാണ് പറയുന്നത്. പട്ടാമ്പി പെരുമ്പലാവ് പ്രധാന പാതയോട് ചേർന്ന് നടക്കുന്ന ഈ നിർമ്മാണ പ്രവൃത്തികൾ അനധികൃതമാണെന്നും ആരോപണമുണ്ട്. വിഷയത്തിൽ അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തി നടപടികൾ കൈക്കൊള്ളണമെന്ന് CPM ബ്രാഞ്ച് സെക്രട്ടറി രാംദാസ് ആവശ്യപ്പെട്ടു. അത് 2 ദിവസം മുന്നെയാണ് ഇത് കെട്ടിടത്തിന്റെ തൊട്ടടുത്തുള്ള കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ എന്നാണ് പറഞ്ഞിട്ടാണ് പെർമിഷനൊക്കെ വാങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ചില്ലുകൾ മുഴുവൻ വെട്ടിപ്പോൾ ഒരു മൊത്തമരമായി നിൽക്കുന്ന സ്ഥിതിയിലായിരുന്നു. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡൊക്കെ നിൽക്കുന്ന സ്ഥലത്തുള്ള ഒരു ഉങ്ങുമരം, നല്ല തണലുള്ള മഴയായിരുന്നു. ഈ പ്രദേശത്ത് ഈ ആൾക്കാർക്കൊക്കെ വന്ന് നിൽക്കാനൊക്കെ പറ്റിയ തണലുണ്ടായിരുന്ന ഒരു മരം ഇതുമാതിരി വെട്ടിമുറിച്ച് മാറ്റിയിട്ടുണ്ട്. അത് ഇവരുടെ അധികൃതർ പെർമിഷനോട് കൂടിയാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും അത് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് വളരെയധികം പ്രതിഷേധം ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നോക്കി കാണാൻ വേണ്ടി കഴിയുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഈ PWD റോഡിന് നിശ്ചയിച്ച് ദൂരം വിട്ടിട്ടാണോ നിയമപരമായിട്ടാണോ നടത്തുന്നതെന്ന് നമുക്ക് കൃത്യമായി പറയാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ബന്ധപ്പെട്ട അധികൃതർ ഉടനെ സ്ഥലത്ത് വന്ന് ഇതിന് ബന്ധപ്പെട്ട പരിഹാരം ഉണ്ടാക്കണമെന്നും മരം പൊതുവെ നടുന്നതിന് ആവശ്യമായ സംവിധാനങ്ങളടക്കം ഇതിനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നാണ് ഇവിടുന്ന് നാട്ടുകാർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിർമ്മാണത്തിനായി കരിങ്കല്ലുകൾ റോഡിൽ കൂട്ടിയിട്ടത് രാത്രികാലങ്ങളിൽ വാഹനങ്ങൾക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുന്നതായും നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് പാതയോരത്ത് വലിയ കുഴിയെടുത്ത് കരിങ്കൽ ഭിത്തി കെട്ടുന്ന പ്രവൃത്തി തുടങ്ങിയത്. കെട്ടിടത്തിൽ നിന്നുള്ള മലിനജലം സംസ്കരിക്കുന്നതിനാണ് ഇത്തരത്തിൽ നിർമ്മാണം നടക്കുന്നത്. അടഞ്ഞുകിടക്കുന്ന കെട്ടിടത്തിൽ മുൻപ് ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നു.